കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പോക്സോ കേസ് അന്വേഷണം തുടരുന്നതിനിടെ വിവാഹത്തിന് പിന്നിലെ ഗൂഢാലോചന എന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്താണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിൽ എത്തിച്ച വിവാഹം നടത്തിയതിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടത്. കേരളത്തിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും പോക്സോ കേസിൽ ഉൾപ്പെട്ട ഹർമാൻ ഖാനെ ഉടൻ പിടികൂടണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു. കുംഭമേളയിൽ കൂടി പ്രശസ്തയായ പെൺകുട്ടിയുടെ വിവാഹത്തിന് കേരളത്തിൽ അവസരമുണ്ടാക്കിയതിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ വിവാഹ ദിവസം തന്നെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വ്യക്തമായ തെളിവുകളോട് പറയുകയും DGPക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെയും പിടിവാശി മൂലം നിശബ്ദത പാലിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച് വിവാഹം നടത്തിയതിൽ NIA അന്വേഷണം വേണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം. കേരളത്തിൽ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്ത വിവാദ വിഷയം ഇന്ന് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. കാരണം വിവാഹം നടന്ന ദിവസം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നും ഇത് ശൈശവ വിവാഹമാണെന്നും ഇത് പോക്സോ കേസിന്റെ പരിധിയിൽ വരുമെന്നും ഇതിന്റെ പിറകിൽ വ്യാജരേഖകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. DGPക്ക് ഞാൻ തന്നെ നേരിട്ടൊരു പരാതി ഇമെയിലായി നൽകിയിരുന്നു. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ കൂട്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പരാതികളെല്ലാം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. വിശ്വ ഹിന്ദു പരിഷത്തും മധ്യപ്രദേശിലെ ദേശീയ ഹൈന്ദവ സംഘടനകളും ദേശീയ പട്ടികവർഗ കമ്മീഷനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടി ജനിച്ചത് 2009 ഡിസംബർ മാസം 30-ാം തീയതിയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാർക്ക് കത്തും അയച്ചിരിക്കുകയാണ്. ഈ മാസം 21-ന് കമ്മീഷന് മുൻപിൽ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ കഴിയുന്ന പെൺകുട്ടിയെ ഉടൻ കണ്ടെത്തി അഭയകേന്ദ്രത്തിൽ താമസിപ്പിക്കണമെന്നും പ്രതി രാജ്യം വിട്ടുപോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വിവാഹത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ജിഹാദ് ഇടപാടുകളും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും വ്യാജരേഖാ നിർമ്മാണവും NIA അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.